എൻ്റെ പേര് ഫെനിൽ. എനിക്ക് 10 വയസ്സ്. ഞാൻ ഷമ്മിയുടെ മോനാണ്. ഞാൻ കുറ്റൂരിൽ നടത്തുന്ന ഒരു ഓണപ്പരിപാടിക്ക് വേണ്ടി ഞാൻ ഒരു നല്ല പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അത് ഇടുക. ഓണം ബ്ലാസ്റ്റ് അറ്റ് തടത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇടുക. ഈ സമ്മാനം ഞങ്ങൾ കമ്മിറ്റിക്കാർ തന്നെ കൊണ്ടുപോകും കേട്ടോ. ഈ പേര് കൊള്ളാം കേട്ടാ. സ്മൃതി പുഷ്പം. അവ പുഷ്പമുണ്ട്, അതുകൊണ്ട് ഈ പേര് കൊള്ളാം. ഹലോ ഗൈസ്, ആദ്യത്തെ ദിവസത്തെ ആവേശമൊന്നും ഞാൻ ഇന്ന് കാണുന്നില്ല. ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. എല്ലാവരുടെയും വക പേര് പറയുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഈ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജ് വെറുതെ അല്ല കേട്ടോ. ഇന്ന് ഏറ്റവും കൂടുതൽ പേരുകൾ പറയുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. അത് മറക്കണ്ട. മിക്കവാറും ആ ഗിഫ്റ്റ് ഞങ്ങൾ കമ്മിറ്റിക്കാർ തന്നെ കൊണ്ടുവന്ന തോന്നുന്നത്. പ്രോത്സാഹന സമ്മാനം. ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ മാക്സിമം പേരിടുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഹലോ ഗായ്സ്, എനിക്ക് പുതിയൊരു പേര് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഓണം തുടരും. തടത്തിലോണത്തുമ്പികൾ. കൾച്ചർ പ്രോഗ്രാം 3 മണിക്ക്. പപ്പയിൽ നല്ല മെലഡി ഉണ്ടാക്കുന്നുണ്ട്. ഒത്തിരി ഫ്യൂഷൻ ഡാൻസ് ഉണ്ട്. ആരും വരാതിരിക്കും. ഓണക്കളിയിൽ രാവിലെ 10 മണിക്ക്. നമ്മുടെ അമ്മമാരുടെ പാട്ടും ഡാൻസും സ്കിറ്റും ഒക്കെ വരുന്നുണ്ട്. ആരും മിസ് ചെയ്യരുത്. ഈ വീട്ടിലാണോ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ചെയ്യണേ? അതെ അതെ, ഈ വീട്ടിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. 1 ഡേ പ്രോഗ്രാം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രോഗ്രാം ഉണ്ടാവും. ആരവം രാവിലെ 9:30 അത്തപ്പൂക്കളത്താണ്. കറക്റ്റ് 10 മണിക്ക് ഫോട്ടോഷൂട്ട്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഗെയിംസ് സ്റ്റാർട്ട്. ഫുഡ് കഴിഞ്ഞാൽ കൾച്ചറൽ പ്രോഗ്രാം. പിന്നെ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ഡ്രസ് കോഡ് മറക്കരുത്. അപ്പോൾ സെപ്റ്റംബർ 6 ആരവം ശനിയാഴ്ച. സെപ്റ്റംബർ 6 ചെറിയ ബംഗ്ലാവിൽ ഓണം ആഘോഷിക്കും. ആരവം കൂട്ടായ്മയുടെ ഓണം 3 more days to go.
മോഡ്, ഓണം മോഡ്, ഏത് മോഡ്, പ്രാക്ടീസ് മോഡ്. എന്താ ഇവിടെ അറിഞ്ഞില്ലേ? 6 സെപ്റ്റംബർ 6-നാണ് പ്രാക്ടീസ് ചെയ്യട്ടെ. രാവിലെ എല്ലാവരും എത്തിയിട്ടില്ലേ? അപ്പൊ ഏത് മോഡ്? നമ്മൾ രണ്ടുപേരാണ് ഇപ്പോഴത്തെ ഫാമിലി. അത് സ്പെൻഡിങ്ങാണ് ലിവിയൊക്കെ നല്ല ലിവി അതുപോലെ തന്നെ നല്ല
വീടുകളിലാണ് താമസിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് നമ്മളൊരു ഇതുപോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറി നമുക്ക് ചിന്തിക്കാനും അതിലേക്ക് വരാനും നമുക്ക് പറഞ്ഞു പോകരുത്. കഴിഞ്ഞ തലമുറയാണ് നമ്മുടെ ഇത്രയും വളർച്ചയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മാതാപിതാക്കളൊക്കെ പാടുപെട്ടാണ് നമ്മളെല്ലാം വളർത്തി ഇത്രയും അത് നമ്മൾ നടത്തു പോകരുത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 3 ഫാമിലിയാണ് വന്നിട്ടുള്ളത്. അത് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ അഞ്ചിന്റെ ഫാമിലി. അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ലിബിയുടെ കുടുംബം, അതായത് പഴയ രാജ്മോഹന്റെ അമ്മാവന്റെ കുടുംബം. അത് തന്നെ അതിനകത്ത് അതിന് 1-2 പേര് കിട്ടിയില്ല. ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. പിന്നെ ഞാനാണ്. എന്നെ എന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരാണ്. എന്റെ അമ്മയും എന്റെ അമ്മയുടെ സഹോദരൻ 2 പേരാണ്. അത് മാത്രമല്ല. പിന്നെ ഒന്ന് ജോലിക്കാരുടെ കുടുംബമാണ്. ഇങ്ങനെ 3 കുടുംബങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെയുള്ളത്. അപ്പൊ എന്റെ കുടുംബത്തില് ഞങ്ങൾ 3 ഫാമിലിയാണ്. ഞങ്ങൾ അധിക ഫാമിലി വന്നിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള സഹോദരങ്ങൾ നമ്മൾ മാത്രം ഇല്ലാവുള്ള മറ്റുള്ളത്. എന്റെ വൈഫ് ലീവ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു മോൻ വന്നിട്ടുണ്ട്. ദീർഘകാലമായിട്ട് നമ്മൾ കുട്ടികൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ്. അവരെല്ലാവരും ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അച്ഛൻ്റെ 2 മക്കള്, ഒരു സഹോദരൻ സഹോദരൻ, എന്റെ അമ്മയുടെ വാതാന്തരം കഴിച്ചു കിടന്ന് അവർക്ക് ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങൾ 3 മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഭാര്യമാരും മക്കളും ഇവിടെ എന്റെ മോനും എന്റെ അനിയത്തിലുള്ള അവരുടെ മോനും എത്തിയിട്ടില്ല, മോളും എത്തിയിട്ടില്ല. മറ്റുള്ളവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു ഒത്തുകൂടൽ വളരെ ഒരു സന്തോഷം നൽകുന്നതാണ്. അതായത് നമ്മള് എല്ലാവരും അവരവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഓട്ടപ്പാച്ചിലാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം അതിനുവേണ്ടി ഒഴിച്ച് വെച്ചു. എല്ലാവരും ഒത്തുകൂടി ഓണം ആകുമ്പോൾ ഓണത്തിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പൊ ആ പ്രത്യേകതയോടു കൂടിയുള്ള ഒരു ഒത്തുകൂടൽ അത് വളരെ നന്നായി എല്ലാവരും പങ്കെടുക്കുകയും വളരെ സന്തോഷപരമായി മുന്നോട്ട് പോയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ പറഞ്ഞ പോലെ എല്ലാ വർഷവും നടക്കുന്നറിയില്ല, എന്നാലും ഒത്തുകൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒത്തുകൂടാം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ ഈ ഒരു ഏരിയ എന്നല്ല, കുറച്ച് വടക്കുന്നാണ്. ഞങ്ങളുടെ ഏരിയകളെല്ലാം തൃശ്ശൂരാണ്. അച്ഛനമ്മയൊക്കെ തൃശ്ശൂർ ജില്ലക്കാരാണ്. അപ്പൊ അവർക്ക് ജോലി കിട്ടി. എൻ്റെ അച്ഛൻ നേവൽ ബേസിലായിരുന്നു, അമ്മ ടീച്ചറായിരുന്നു. അപ്പം അവർ 2 പേരും എറണാകുളത്ത് ജോലി കിട്ടി. എന്നെ എറണാകുളത്ത് സെറ്റിൽ ചെയ്താണ്. ഞങ്ങളൊക്കെ എറണാകുളത്താണ് ജനിച്ചത്. ഞാനും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എറണാകുളത്ത്. അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് സെറ്റിൽഡാണ്. ഭാര്യ ലൂണ ടീച്ചറാണ്. ഇത് മകള് അക്ഷിത +2 പഠിക്കുന്ന. ഒരു മകളോടുണ്ട് BSc അഗ്രികൾച്ചർ തമിഴ്നാട്ടിൽ പഠിക്കണം. ഇപ്പൊ പരീക്ഷ ആയതുകൊണ്ട് വന്നിട്ടില്ല. ഞാൻ തടത്തിലല്ല, എന്റെ അമ്മയാണ് തടത്തില്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ അമ്മ വഴി വിളിച്ചതിന് സന്തോഷമുണ്ട്. പണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഇരിക്കുന്ന പലരുമായിട്ട് എനിക്ക് ആത്മബന്ധം തോന്നാൻ ഇപ്പൊ മിണ്ടത്തില്ലെങ്കിലും പണ്ട് ലിബി വീട്ടിൽ അതിനെന്താ മിണ്ടത്തില്ല. ലിബി വീട്ടിൽ വന്നപ്പോ റെഡി കഴിഞ്ഞ് വീട്ടിൽ വരും മിക്കപ്പോഴും. ലിബി തന്നെ പകരം വരും. അപ്പൊ ലിബി എന്നോട് പറഞ്ഞു, മനോരഞ്ജ നമുക്കൊരു കൂട്ടായ്മ വേണം. പക്ഷെ അന്ന് നടന്നില്ല. ഇന്നത്തെ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് അന്നേ ലിബി വന്നിട്ട്. പിന്നെ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം കുട്ടികൾ അമ്മായി നടത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് ഗാനം എല്ലാവരും ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല, അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. അപ്പൊ ലിബി നിങ്ങൾ വിചാരിക്കുന്ന ഇവിടെ ഇങ്ങനെ മിണ്ടാത്ത പലരും ആത്മബന്ധമുള്ള ആൾക്കാരാണ് എന്നോട് ചെറുപ്പത്തില്. ഇപ്പൊ ഈ ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത രീതിയിലുള്ള ബന്ധം ഇപ്പൊ മിണ്ടുന്നില്ല. ഞാൻ ചെറുതാക്കി കാണിക്കില്ല, മനസ്സിലായില്ല. ലിബി ആൻസരി അച്ഛനൊക്കെ മിക്കപ്പോഴും വീട്ടിൽ വരുന്നതാണ്. ഒരുമിച്ച് നടന്ന ആൾക്കാരാണ്. മിണ്ടാതൊന്നുമില്ല. ഇപ്പൊ ലീല ചേച്ചി എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ആളാണ്. ലീല ചേച്ചി പണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പേന എനിക്ക് തന്നാണ്. ഇപ്പോഴും ഞാൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ. ചോദിച്ചാൽ നമ്പിച്ചാലൊക്കെ വീട്ടിൽ സൈക്കിൾ കൂട്ടി വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരുമായിട്ട് എല്ലാവരുമായിട്ട് ആത്മബന്ധമുണ്ട്. കുറച്ച് പേരുമായിട്ട് കല്യാണം കഴിച്ച പുതിയ വന്നവർ മാത്രമേ ഉള്ളൂ. പറയത്തൊന്നുമില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നല്ല മനസ്സിലല്ലേ അതൊക്കെ, അതിപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട് ആ സ്നേഹമുണ്ട്. അതിനൊക്കെ ഒന്നും പറയുന്നില്ല. എനിക്കും ഇടത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ സഹോദരൻ എന്ന് പറയുന്നത് മധുവാണ്. മനസ്സിലായില്ല? മധുവിന്റെ അമ്മായി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം മരിച്ചുപോയി. പണ്ട് തൊട്ടേ ഈ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തിയിട്ടുള്ളതാണ്. പിന്നെ മരിച്ചുപോയ ഒരു സഹോദരനുണ്ട്, മണി എന്ന് പറയുന്ന ഒരു സഹോദരൻ. അത് ഞാൻ പിന്നീട് എഴുതാൻ തന്നെ ഇരിക്കുന്ന ആൾക്കാർ. ആ സഹോദരൻ ഇല്ല അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ ലിബി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വലിയ ഇപ്പൊ 5 ഞാൻ കുറച്ച് കാണിക്കാം. 5 ശരി 5 അവന്റെ അനിയനൊക്കെ അവര് വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ ഒന്നേ പറഞ്ഞോളൂ, അത് നടത്തിക്കോ. ഒരു കൂട്ടായ്മ അല്ല. ഇവിടെ എനിക്ക് പാട്ട് പാടാനോ മറ്റു കലാപരിപാടികൾക്കൊന്നും അറിയത്തില്ല. ഒരു കൂട്ടായ്മ എല്ലാവരും കാണുമ്പോൾ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്റെ സന്തോഷമുണ്ട്. ഞാൻ ഇതുപോലെ ശിവ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു വടക്ക് നാട് വെച്ചാൽ ഏകദേശം തമിഴ്നാടിന്റെ ബോർഡറിനാണ് ഞാൻ ഇങ്ങോട്ട് എന്റെ കല്യാണം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവിടെ പലരും പറയുന്നത് ഈ പറഞ്ഞു കേട്ടൊക്കെ കോട്ടയം എന്ന് പറയുന്നത് പണ്ട് റേഡിയോയിലൂടെ കോട്ടയം എന്ന കേൾവി മാത്രമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് കല്യാണം വെച്ചുകൊണ്ട് വരുന്നതും. ഇവിടെ വന്ന് ഞങ്ങളുടെ സംസ്കാരം വളരെ വ്യത്യസ്തമാണ്. പാലക്കാടൻ സംസ്കാരം
സംസ്കാരം കോട്ടയം സംസ്കാരം രണ്ടും വളരെ വ്യത്യാസമാണ്. എനിക്കതിന് ഏറ്റവും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഞങ്ങളുടെ വീട്ടില് ബീഫ് ഞങ്ങൾ കഴിക്കാറില്ല. ഇവിടെ വന്നപ്പോൾ ബീഫ് അതെനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തന്നെ തോന്നി. ഇപ്പോഴും അത് പ്രശ്നം തന്നെയാണ്. ഞാൻ കഴിക്കാറില്ല, വെച്ചു കൊടുക്കാറില്ല. ഞാൻ കഴിച്ചിട്ടില്ല, നോണ് കഴിക്കാറില്ല. മാറ്റം വന്നിട്ടില്ല. എല്ലാ ടെൻഷനിലും ഒക്കെ ജീവിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അതിനൊരു മുക്തി നമ്മൾ ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും കുടുംബസമേതം എല്ലാവരും വന്ന് ഇതിലൊന്ന് പങ്കുകൊള്ളാൻ സാധിച്ചതും മറ്റുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇതിലെ പങ്കുകൊള്ളാൻ സാധിച്ചതുകൊണ്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടാവും. ഈ ഒരു നിമിഷം എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു നിമിഷം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്റെ വൈഫാണിത്, പൊന്നമ്മ വിനോദ്. എനിക്ക് 2 മക്കളാണ്, അഞ്ജു സി വിനോദ്, അഖിൽ സി വിനോദ്. ഞാൻ കോട്ടയം ആരെങ്കിലും പഠിച്ചപ്പോൾ ഒരു ബാംഗ്ലൂർ ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യാണ്. ഞാൻ അഞ്ജു, ഞാൻ വിനോദിന്റെ മോളാണ്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ്, ന്യൂ എക്സ്പ്രസിലെ കണ്ടന്റ് റൈറ്ററാണ്. ഞാൻ തടത്തിൽ ഡാനിയലിന്റെ ഒരു മകളുടെ മടുക്കൂലാണ് താമസം. നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഇറങ്ങി പോകാൻ, അതുപോലെ നടന്നിറങ്ങി പോകാനുള്ള സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ ഉണ്ടാക്കാനുണ്ടായ കാരണം ഏകദേശം ഇവർക്കൊരു 8 വയസ്സ് പ്രായമുള്ളപ്പോൾ അവിടെ ഇറങ്ങി വന്ന വഴിയാണ്. അല്ല, അവരുടെ അമ്മാവനായ ഷാനുമച്ചാൻ അവളെ കൊണ്ട് അവരെ അവധിക്ക് വരുമ്പോഴത്തേക്കും ബോംബെയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഏക അനന്തരത്തി ഇഷ്ടാനന്തരത്തി ആയതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ തെക്കേമലയിലേക്ക് വരുമ്പോൾ ഇവിടെ കൊണ്ടാണ് വരുന്നത്. അതിന് വരുമ്പോൾ ഞങ്ങളുടെ ആ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴി അന്ന് അതായിരുന്നു, ആ വഴി. അതുകൊണ്ടാണ് ഞാൻ അത് ഒന്നിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 മക്കള്, ജൂലിയും ജ്യോതിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അവർ 2 പേരും പൂനെയിലാണ്. മൂത്തവളുടെ മുംബൈയിലാണ്. 2 പേരും അവിടെയാണ്. മൂത്ത ആളുടെ വിവാഹം കഴിഞ്ഞ് തൃശ്ശൂരാണ്. എന്റെ പേര് ലീല. ഞാൻ ചെറുപ്പത്തിൽ തടത്തിൽ താമസിച്ച ആ ഓർമ്മകളാണ് എന്നെ ഇപ്പോൾ ഇത്രയും പേരെ കണ്ടപ്പോൾ നയിച്ചത്. കാരണം ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരായിട്ട് ഞാനും പിന്നെ ശശികല, കുഞ്ഞുഞ്ഞമ്മ, ജോയിച്ചാൻ, തമ്പിച്ചാൻ, ഞങ്ങൾ ഇത്രയും പേരെ അവിടെ ഉണ്ടായിരുന്നു. അല്ലേ ശശികല? മധു, അന്ന് മധു പിന്നെ പെങ്ങന്മാരും എല്ലാം കൊച്ചു പിള്ളേരാണ്. അത് കാരണം എനിക്ക് അത്ര ഓർമ്മയില്ല. എങ്കിലും മധു ഏകദേശം 4-5 ഒക്കെ ആയിരിക്കും ആ സമയത്ത്. അതുപോലെ ലിബി, പ്യാരി, മറ്റുള്ളവരെല്ലാം കൊച്ചു പിള്ളേരാണ്. അപ്പൊ നെടുങ്ങാട്ട് നിന്ന് അവർ അവധിക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ഉത്സവമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പിള്ളേരെല്ലാം ഭയങ്കര ഉത്സവം പോലാണ് അന്ന് അവിടെ കളിച്ചുകൊണ്ട് നടന്നത്. ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരുടെയും ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ ഒരു എന്തോ എനിക്ക് പറയണമെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ ഭാഗത്താനത്തെ അമ്മയും അമ്മ, അതുപോലെ മറ്റേ അമ്മ, ഞങ്ങൾ അമ്മാച്ചനെന്നാണ് വിളിക്കുന്നത് തലത്തില്. അത് മധുവിന്റെ അച്ഛനെയും അമ്മയും, അമ്മാച്ചനും അമ്മയും. അവിടാണ് ഞങ്ങൾ കൂടുതൽ കൂടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ അന്ന് കൊച്ചു പിള്ളേരായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ ബോംബെയിലായിരുന്നു. ബോംബെ അവധിക്ക് വരുമ്പോൾ ഷാജനും മനോഹരനും പിന്നെ കോമലിക്കുട്ടനും അവധിക്ക് അവിടെ വരും. ഞങ്ങളെ പിള്ളേരെ എല്ലാവരെയും നിരത്തിയിരുത്തി ആഹാരം കൊടുക്കുമ്പോൾ അവർക്ക് ചില ആഹാരങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ അന്ന് ഭയങ്കര നിർബന്ധരായിരുന്നു. 3 പേര് അവർക്ക് ആഹാരം അവരത് കഴിക്കത്തില്ല, കഴിക്കാതെ മാറി. അപ്പം എന്റെ അച്ഛൻ പറയും, മക്കളെ നിങ്ങൾ ഇത് കഴിച്ചേ. ഇടുക്കിയിലാണ്. എനിക്ക് ഒരു സന്ദർഭമുണ്ട്. അതിന്റെ പേര് ഞാൻ
വളരെ ഭയങ്കര സന്തോഷമാണ്. എന്റെ വീട്ടിലാണെങ്കിൽ അപ്പ അമ്മ, എനിക്ക് ഒരു സഹോദരൻ, അങ്ങനെ എന്റെ കസിൻസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു വീട്ടിൽ 3-4 മക്കളൊന്നുമില്ല, വളരെ റെയറാണ്. ഇങ്ങനെ വലിയൊരു കുടുംബം ഞാൻ ഇവിടെ താഴ്ത്തി വന്നിട്ടാണ് ഇങ്ങനെ വലിയൊരു കുടുംബത്തിന്റെ ഭാഗമാക്കാൻ എനിക്ക് ഭാഗ്യമായിട്ട് കരുതുന്നു. സത്യത്തിൽ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമ്മുടെ അഞ്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറുപ്പം ഒരു കാണുന്ന 3 വീടുകൾ, ആ 3 വീട്ടിലെ മക്കള്, കൊച്ചുമക്കള്, നമ്മുടെ അച്ഛന്മാര്, അവരുടെ പെങ്ങന്മാര്, അവരുടെ മക്കള്, അത്രയും ആ 3 വീടുകളും അവർ നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടാകുന്നു. പിന്നെ മനോജ് മുമ്പേ പറഞ്ഞ പോലെ പണ്ടത്തെ ആത്മബന്ധം ഇന്നും ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ദിവായി ഒറ്റയ്ക്കുള്ള ദിവസം ഞങ്ങൾ ഒന്നെങ്കിൽ വിനോദാചാര്യ വീട്ടിലാക്കും, അല്ലെങ്കിൽ വെള്ളിയാറെ കൊണ്ടാടിയാക്കും. അവിടുന്ന് തിരിച്ചു പോലെ മക്കളെ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ തമ്മിൽ അടുത്ത് കിടക്കുന്ന എല്ലാവരും. അമ്മയാണെങ്കിലും തന്നെ വീട്ടിലാണെങ്കിൽ വായിച്ചാൻ അവിടെ കൊണ്ടാക്കും. അങ്ങ് അറ്റത്ത് ഇവിടെ നമുക്ക് തുടങ്ങി ലീലചേച്ചിയുടെ വീട് വരെ. ഇനി ഇത്ര നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഇത്ര വീടുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും സ്റ്റിൽ ഞങ്ങൾ അത് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടലിനെ പറ്റി ചിന്തിച്ചതും ഇങ്ങനെ നമുക്കെല്ലാം കൂടാൻ ദൈവം അനുഗ്രഹിച്ചതിന് വേണ്ടി ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കാർഡിയോതെറാപ്പി സർജറി വിഭാഗത്തിൽ സ്റ്റെറിലൈസേഷന് ടെക്നിക്കൽ അസിസ്റ്റന്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. പിന്നെ കാര്യം പറയുന്നു, ഇന്ന് എനിക്ക് അവധി കിട്ടുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല. ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ട ആളാണ്, പക്ഷെ ഞാൻ ഒരുപാട് കാല് പിടിച്ച് എനിക്കിന്ന് അവധി കിട്ടി. ഇന്നത്തെ ദിവസം എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം. ഹാപ്പിയുണ്ട്. എന്റെ പേര് സുനിത. എനിക്ക് 3 മക്കളാണ്. എന്റെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം മരിച്ചുപോയി. പിന്നെ മൂത്താള് കണ്ണൻ, രണ്ടാമത്തെ ആൾ ശിവപ്രസാദ്. മോഡൽ എന്തോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്റെ പേര് ശിവാനിപ്രിയ. ഞാൻ എന്റെ പേര് ദിയ സുരേഷ്. ഞാൻ ഈ എക്സാം നോക്കിയിട്ടാണ്. എന്റെ പേര് ദിയ. നിങ്ങൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാവുന്നതിലൂടെ ഇപ്പൊ ഇവിടെ വന്നിരുന്ന സുലേഖ ചിറ്റയും പഴയ ഡാൻസേഴ്സ് ആയിരുന്നു കേട്ടോ. അവര് കൊച്ചിലെ ഞങ്ങൾ അവിടെ അവധിക്ക് വീട്ടിൽ വരുമ്പോൾ ഇവരുടെ ഡാൻസ് കാണാറുണ്ട്. അന്ന് ഇവർ ഡാൻസ് ചെയ്തിട്ട് നാടകമില്ല, അവർക്ക് ഫോക്ക് ഡാൻസിന്റെ പാട്ടാണ് ഞാനിപ്പോൾ പാടിയത്. ഇവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തത് 1982-83 കാലഘട്ടങ്ങളിൽ അപ്പം ഇവർ രണ്ടുപേരും അസാധ്യമായ ഡാൻസേഴ്സ് ആയിരുന്നു. സൈക്കിൾ ചവിട്ടിയതാണ് ഞാനാണ് എന്റെ ബ്രോക്കർ. എനിക്ക് ഇതുവരെ എന്റെ ഫീസ് ഒന്നും തന്നിട്ടില്ല. കുഞ്ഞുങ്ങളും എല്ലാം നിങ്ങളെ എന്നെ എടുത്തു വളർത്തിയത്, ഇവരെല്ലാം ഞാൻ എടുത്തു വളർത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ കൊച്ചിനെ ആലോചിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല കൈയ്യടി കൊടുത്തേ. ഏറ്റവും സ്നേഹപൂർവ്വം അനുമോദനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ കൊടുക്കാനായിട്ട് സിന്ധു ചേച്ചി. മൈക്ക് 2015 സെക്രട്ടേറിയറ്റ് സർവീസിലേക്ക് PSC സെലക്ഷൻ വഴി അദ്ദേഹത്തിന് കിട്ടി. 2022 മാർച്ച് 31 അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായിട്ട് വിരമിച്ചതിന് ശേഷം അദ്ദേഹം 2022 ജൂണിൽ ഓടക്കാലിയിൽ മെറ്റാ ഡിസൈൻ ഇന്നോവേഷൻ എന്ന പേരിൽ ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ചു. ഇപ്പോൾ വിജയകരമായി 3 വർഷം പൂർത്തിയാക്കി. സോമമന്റ നൽകുന്നതിനായി അദ്ദേഹത്തിന്റെ ഭാര്യ സുലേഖ ചേച്ചിയെ ക്ഷണിച്ചു. നൽകാനായി വിനോദ് മാധവനെ.
ഞാനൊരു 15 വർഷത്തോളം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ 30 വർഷത്തെ സർവീസിൽ 15 വർഷം പകുതിക്കാലം പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്തത്. രണ്ടാമത് ഞാൻ ആ കോളേജ് യൂണിയൻ അഗ്രികൾച്ചർ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷനാണ്. കാരണം നമ്മൾ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. ഒരു കോളേജ് യൂണിയൻ പഠിച്ചവർക്കറിയാം, കോളേജ് യൂണിയൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ പോസ്റ്റല്ല, നമ്മളൊരു ജനറൽ മെയിൻ സ്ട്രീമിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെനറ്റ് മെമ്പർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ സെൻറ്റേഴ്സിലും ഉള്ള സ്റ്റുഡൻസിൻ്റെ വോട്ട് മേടിച്ചിട്ടാണ് നമ്മളൊരു സെനറ്റിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ കോർഡിനേറ്റർ റിസർച്ച് പ്രോജക്ട് ഓൺ ഷുഗർ കെയിൻ എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ പ്രോജക്റ്റിലാണ്. അത് എല്ലാ സ്റ്റേറ്റിലും ഉള്ള സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നല്ല, ഒരു നാഷണൽ ലെവലിൽ പ്രോജക്റ്റിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയും അവിടെ എല്ലാം നമ്മൾ മീറ്റിങ്ങുകൾ പോവുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അതൊരു കാര്യം. പിന്നെ 2 വെറൈറ്റീസിൻ്റെ വരുന്നത്, 2 വെറൈറ്റീസ് അഭയ് ആരോമൽ എന്ന് പറയുന്നത് എൻ്റെ 2 പിള്ളേരുടെ പേരാണ്. അത് നാഷണൽ ലെവലിൽ ഇവിടെ അല്ല ഇൻ്റർനാഷണൽ ലെവലിൽ കരിമ്പിൻ്റെ ഒരു വെറൈറ്റി കേരളത്തിൽ നിന്നുള്ള റിലീസ് ചെയ്തു എന്ന് പറയുമ്പോൾ അഭയ് ആരോമൽ എന്നുള്ള 2 പേര് വരും. അത് ഈ ലോകത്തിൽ എവിടുന്ന് ആൾക്കാർ ആര് സെർച്ച് ചെയ്താലും കേരളത്തിൽ നിന്നുള്ള 2 വെറൈറ്റി എന്ന് പറയുമ്പോൾ അത് അവരുടെ മക്കളാണെന്ന് അവർക്കറിയില്ല, പക്ഷെ എനിക്കറിയാം, നാട്ടുകാർക്കും അറിയാം. അതെന്ന് പറയുന്ന ഒരു നൂറ്റാണ്ടുകളോ അല്ല ഇനി ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ നേട്ടമല്ല. ഇപ്പം മുമ്പ് മധുവിന് കൊടുത്തതുപോലെയാണ് ഓരോരുത്തരുടെയും നേട്ടം. ഇപ്പോൾ ജോയിച്ചാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ് എൻ്റെ അമ്മയുടെ വീടെന്ന് പറയുന്നത് കുറ്റൂർ. അവിടെ എന്ന് പറയുന്നത് നിങ്ങളൊന്നും കണ്ടിട്ടില്ല, ഓലവായൻ പുര എന്ന് പറയുന്നു. ഒരു നടുക്കത്തെ ഒരു ഒറ്റ ഇതിൽ ചുറ്റും ഇത് കഴിയും. അവിടെ ഒരു അടുക്കളയോ ഇന്നും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഒരു അടുക്കളയോ ഒരു ബെഡ്റൂമോ ഒന്നും തന്നെ സെപ്പറേറ്റഡ് അല്ല. ഇവിടെ അതെല്ലാം തുല്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ വരുമ്പോൾ കിടക്കുന്നത് ജോയിച്ചാൻ്റെ വീട്ടിലാണ്. അവിടെ എന്ന് പറയുന്ന ഒരു ഹോളാണ് മുമ്പിലുണ്ടായിരുന്നത്. അവിടെ ഒരു ട്രെയിനിങ് പ്ലാന്റ് ഉണ്ടായിരുന്നത്. അവിടെ കിടന്നിട്ടാണ് ഞങ്ങളെല്ലാം വന്ന് അമ്മായി കൊണ്ടുവന്നിട്ടൊരു സാരിയാണ് പുതയ്ക്കാൻ തരുന്നത്. തലവണിയില്ലായിരുന്നു. അത് താഴെ എന്ന് പറയുന്നത് അന്ന് ലിവിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അമ്മായിയൊക്കെ വരുന്നത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പ്യാരിയൊക്കെ വല്ലപ്പോഴുമാണ് വരുന്നത്. ഇങ്ങനെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ 61 വയസ്സായി. ഈ 61 വയസ്സത്തെ ചരിത്രം കുച്ചൂരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അതിനകത്ത് എല്ലാ കാലത്തും ഉണ്ടാവുന്നത് ഒന്ന് ജോയിച്ചാനും ലിബിയുടെയും ഒക്കെ കുടുംബമാണ്. അത് കഴിഞ്ഞിട്ടാണ് രാഘവൻ അമ്മാവൻ്റെ പ്യാരിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. പിന്നെ എവിടേക്ക് വരുന്നു. ഇവരൊക്കെ ഓരോരുത്തരും ഷെയർ ചെയ്ത് ഓരോന്നും അതിനകത്ത് ഇപ്പം പറയാൻ പറ്റാത്ത ഞങ്ങളുടെ വീടിൻ്റെയും ജോയിച്ചാൻ്റെ വീടിൻ്റെ ഇടയ്ക്കൊരു സ്ഥലം കിടപ്പുണ്ട്. അതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെയും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇതെന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെ കുടുംബം. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് ജീവിച്ച് വളർന്നതെങ്കിലും അമ്മയുടെ വീടെന്ന് പറയുന്നത് ഒരു ഭാഗമാണ്. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളെല്ലാവരും. എൻ്റെ അടുത്ത തലമുറ അവർക്ക് വീണ്ടും ഒരു ഇൻസ്പിറേഷൻ ചെറുതാണെങ്കിൽ പോലും. ഇപ്പം ജോയിച്ചാൻ ഇവിടെ പറഞ്ഞിരുന്നു. അവിടെ ജോയിച്ചാൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജോയിച്ചാൻ അന്ന് ഞാൻ 6 7 പഠിക്കുമ്പോൾ NSS ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പുസ്തകവും എനിക്ക് ജോയിച്ചാൻ കുറ്റൂർ നമ്മുടെ കുന്നുകണ്ടത്തിൽ എന്ന് പറയുന്നിടത്ത് ലൈബ്രറി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ലൈബ്രറി ആ പുസ്തകം വായിച്ച് തീർത്തതാണ്. ഓരോ ദിവസവും ചോദിച്ചാൽ വീണ്ടും പുസ്തകം മേടിച്ചു. ചോദിച്ചാൽ ചിലപ്പം തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അന്ന് നമ്മൾ ആ മണിമലയാറ്റിൽ പോയി വെള്ളം കുളിക്കുന്ന സമയം കണ്ണങ്ങ് ഇതാകും. അപ്പോഴത്തേന് അങ്ങനെ ഒരു ജീവിതവും അന്ന് ഞാൻ പുസ്തകം വളരെ ഇപ്പം വായിക്കാറില്ല. അന്ന് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ലൈഫ് ചോദിച്ചാലും പിന്നെ തമ്പിച്ചാനാണെങ്കിലും ബാക്കി ഓരോരുത്തരുടെ കാര്യം എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ എന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കും, ഉറപ്പാണ്, ഒരു സംശയമില്ല. ഇതിനകത്തെ നമ്മുടെ കുടുംബത്തിലെ ഈ ഗസറ്റഡ് ഓഫീസേഴ്സ് സൈൻ ചെയ്യേണ്ട ചില സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരുമില്ല. ആ സമയത്ത് സൈക്കിളെ ഒട്ടി കല്ലിങ്കൽ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ പോയിട്ട് ഉൾപ്പെടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാൻജാൻ. നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ വേറെ ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഷാൻജാനൊക്കെ ആ സമയത്ത് നമുക്കൊരു ഇൻസ്പിറേഷനാണ് സ്വാഭാവികമായിട്ടും, വിദ്യാഭ്യാസ രംഗത്തായാലും എല്ലാ കാര്യത്തിലും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് മുമ്പേ വിനോദാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഈ കല്ലൂട്ടി വഴി കുടുംബത്തിലൊരു മരണം നടന്നു. ഈ മരണം പറയാൻ വേണ്ടി അന്ന് ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് ഞാനും വിനോദാനും കൂടെ സൈക്കിളെ ഒട്ടിയാണ് പോകുന്നത് ഈ വാതാനം ഭാഗത്ത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അമ്മണി അമ്മാമ്മ ഭക്ഷണം തന്നു. ഞങ്ങളെ അവിടെ കിടത്തി ഉറക്കി. കാരണം ഇവിടെ അടക്കവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ തപ്പി നടക്കുക. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് വിശപ്പിൻ്റെ വിളിയുള്ള സമയത്തെ നന്നായിട്ട് ഭക്ഷണം തന്ന് നമ്മളെ നല്ല രീതിയിൽ സ്നേഹിച്ച ആളായിരുന്നു വാതാനത്തെ അമ്മാമ്മ. അതൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല നമുക്ക്. സന്തോഷം. അതെങ്ങനെയുണ്ട്? അതാണ് ഞങ്ങളുടെ ചേച്ചിക്ക് മൊമെന്റ് കൊടുക്കാനായി ലീല തോമസ്.
രൂപയ്ക്ക് നമ്മൾ മൊമെന്റ് കൊടുക്കാൻ വേണ്ടി മധുശാസനെ വിളിക്കണം. ഇതൊരു ചെറിയൊരു ക്യാഷ് പ്രൈസ് ആണ്. അതിന് കണ്ണന് വേണ്ടി കൊടുക്കായിരുന്നു പ്യാരിച്ചാനാണ്. ഇപ്പൊ പ്യാരിച്ചാൻ സ്റ്റേജിലോട്ട് വരട്ടെ. ചവറ സബ് ജില്ലാതല യുവജനോത്സവത്തിൽ ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും ഫസ്റ്റ് കിട്ടിയായിരുന്നു. അപ്പൊ അതിനെന്തും അനുയോജ്യനാണ് ഞാൻ. കാരണം ചരിത്രത്തിൽ 3 പ്രാവശ്യം സ്റ്റേറ്റ് യുവജനോത്സവത്തിന് എൻ്റെ സ്കൂളിൽ പ്രതിനിധീകരിച്ച് എൻ്റെ ജില്ലയെ പ്രതിനിധീകരിക്കാൻ പോയ വ്യക്തിയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് നമ്മുടെ അടുത്ത തലമുറയിൽ അത്തരത്തിലേക്ക് ഉയർന്നു വരുന്നത്. അടുത്തത് ഇതും ആർട്സിന് വേണ്ടിയാണ്. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റീസും സ്റ്റേജിലോട്ട് വരണ്ടേ. നമുക്ക് 5 ചെറിയൊരു സമ്മാനം കൂടി. കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഇതാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഈ ഒരു പരിപാടിയുടെ ഒരു വിജയം ആക്ച്വലി ഈ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിൽ പലരുമാണ് ഈ പരിപാടിയുടെ ഒരു മെയിനായിട്ട് നിന്നിട്ടുള്ളത്. പൂവിന കമ്മിറ്റി ആയിട്ടും പിന്നെ ഡെക്കറേഷൻ, ഫിനാൻസ്, ബാക്കിയുള്ള എല്ലാ രീതിയിലും നിന്നൊരു ഇതാണ് നമ്മുടെ ഒരു നട്ടലായിട്ട് നിന്നത്. അപ്പം ഇതും കൂടെ ഞങ്ങൾ എല്ലാവരും ഒന്ന് കാണിക്കണം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതായിരുന്നു. അപ്പം 5 കൂടെ വിളിക്കും സ്റ്റേജിൽ. ഇത് ഭയങ്കര സർപ്രൈസ് ആണ്. ഞാൻ ഈ സമ്മാനം അല്ല, ഇത് ഞാൻ അവനോട് ചോദിച്ചത് എന്തോ നാട്ടാണ്, ഞാൻ അറിയാത്തൊരു സമ്മാനം. താങ്ക് യു. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഇവിടെ നിൽക്കുമ്പോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു പരിപാടിയുടെ പേര് തന്നെ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് എന്ന് മാറ്റണം. അത്രയ്ക്കും കയ്യും മെയ്യും മറന്ന് ജോമാമൻ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു ദിവസം മറ്റേ ഹോട്ട് സീറ്റ് നിൽക്കുന്ന പോലെ ആയിരുന്നു ജോമാമൻ. എന്റെ കണ്ണന്റെ അടിയുടെ കോളിൽ ജോമാമൻ വീണുപോയി. നമ്മുടെ ഈ വെന്യൂ ആണെങ്കിലും ബോക്സ് ആണെങ്കിലും എല്ലാം ജോമാമൻ നമ്മൾ ഒരുപാട് സഹായിച്ചു. അതിന്റെ മുന്നേ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു ജേർണി ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം. ഇപ്പം ചിലർക്ക് ഈ പ്രോഗ്രാം വെറൊരു കുട്ടിക്കളിയായിരിക്കും, ചിലർക്ക് കുട്ടികൾ നടത്തുന്ന ഒരു ഓണപരിപാടി, അങ്ങനെയൊക്കെ പല രീതിയിലായിട്ട് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോരുത്തരായിട്ട് കണക്ട് ചെയ്യാനും ഇവിടെ ഇരിക്കുന്ന പകുതിയോളം ആൾക്കാരുമായിട്ട് ഞാൻ വളരെ വളരെ ചെറിയ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ആകാശ പുഷ്പങ്ങൾ
എന്തു നീ ഉയരെ
അങ്ങനെ നമ്മുടെ ആവേശ കമ്മിറ്റി ഇതാണ് അവസാനത്തെ ശേഷിച്ച ക്ലീനിങ് കമ്മിറ്റി. ഞങ്ങള് സർവീസിലായിരിക്കുന്നത്, ഇറങ്ങിയില്ല, ഇറക്കി വിടാൻ സമയമാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. ഇതുവരെ വളരെ സന്തോഷമായിരുന്നു, ഹാപ്പി. നീ ഇപ്പോഴെങ്കിലും സംസാരിക്കുന്നത് വാച്ചിക്ക കമ്മിറ്റി. എല്ലാവർക്കും വളരെ എന്റർടൈൻ ആയിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്ന് വിചാരിക്കാം. നാം എന്തെങ്കിലും പറയും, നീ എന്തെങ്കിലും പറ, നീ എന്തെങ്കിലും ഞാൻ അക്കിങ്ങനെ എന്തെങ്കിലും പറയാം. അതെ പുള്ളി ഡാൻസ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, അടുത്ത പ്രാവശ്യം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒറ്റ പാട്ടായിട്ട്, ഇത് ഞങ്ങൾക്ക് പല പാട്ടുകളായിപ്പോയി, മിക്സ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. പക്ഷെ ഒറ്റ പാട്ടായിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം കുളിക്കും, കുളിച്ചെടുക്കും. ഓക്കെ ബൈ.